അല്ല ഒരാളുടെ ഗിഫ്റ്റ് റിസീവ് ചെയ്തു. നമ്മൾ പറഞ്ഞു വന്നത് ഫൂട്ടേജിനെ പറ്റിയാണ്. ഫൂട്ടേജിന്റെ റിലീസ് ഡേറ്റ് August 2 ആണ്. പ്രേക്ഷകർ സിനിമ കാണാൻ പോവാണ്. എ റീസൺ ടു വാച്ച് ദിസ് മൂവി പേഴ്സണലി ഓരോരുത്തരും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. വിശാഖെ എന്താണ് ഒരു റീസൺ തരും ടു വാച്ച് ദിസ് മൂവി ഫൂട്ടേജ്? എൻ്റെ തല എൻ്റെ കാരണം സീരീസ് നോട്ട് മലയാളത്തിൽ ഈ ജോൺറ ഫ്രഷ് ആണ്. ഇറ്റ്സ് നെവർ ബിൻ ഡൺ ബിഫോർ. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന ക്ലീഷേ ഡയലോഗാണെന്ന് അറിയാം, പക്ഷേ വി മീൻ ഇറ്റ്. ഒരു വളരെ ഫ്രഷ് ആയിട്ട് വളരെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പെർസീവ് ഇൻ തിയേറ്റേഴ്സ് August 2. താങ്ക് യു. ആൻഡ് ശീതൽ? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മൂവി. ഓൺലി ബിക്കോസ് അതിൻ്റെ മേക്കിംഗ് ഈസ് വെരി ഡിഫറെൻറ്റ്. ആൻഡ് ഞങ്ങൾ കുറച്ച് പേരുടെ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് നേരിട്ട് കാണാം. പ്ലീസ് എൻജോയ് ദ മൂവി ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. Thank you. And Gayatri, a reason to watch footage? I think the same thing that everybody is saying. It's a very different experience. എനിക്കും ഷൂട്ടേഴ്സ് സമയത്ത് നമുക്ക് എല്ലാവർക്കും വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഫോർ ഓഡിയൻസ് ഓൾസോ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി വെരി എക്സ്ട്രീംലി ഡിഫറെൻറ്റ്. സോ ആൻഡ് ആ എക്സ്പീരിയൻസ് ആണ് ദേ ക്യാൻ ടേക്ക് ബാക്ക്. ഐ തിങ്ക് ദാറ്റ്സ് വൺ റീസൺ. Okay. Right, Shabnam? നമ്മൾ തന്നെ നമ്മുടെ സിനിമയെ പറ്റി സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാവരും കാണണം. ഇതൊരു ടെക്നിക്കലി വെരി ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. പിന്നെ ആക്ടേഴ്സ് ആണെങ്കിലും സാധാരണ നമ്മളിപ്പം ക്യാമറ അവരും കൂടി നായിക വെള്ളത്തിലേക്ക് ചാടണം, അങ്ങനെ ക്യാമറയും ചാടട്ടെ എന്ന് പറയില്ല, ആ മൂവിയാണിത്. അതായത് ഇവരോടൊപ്പം തന്നെ ഇവർ തന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്തിട്ട് ആക്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. അപ്പം എല്ലാവർക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആകും. എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അതിൻ്റെ സൗണ്ട് ആണെങ്കിലും കളറിംഗ് ആണെങ്കിലും എല്ലാം വളരെ മികച്ചത്. സ്വയം പൊക്കിയിടി. Okay. So why should we watch this movie എന്നൊരു ചോദ്യം എഡിറ്റർ ഡയറക്ടർ സജി ശ്രീധരനോട് ചോദിച്ചാൽ പറയുന്ന ഉത്തരം തരും. നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ്. ടെക്നിക്കൽ സൈഡിൽ അതിൻ്റെ ജോണറും എല്ലാ രീതിയിലും ഈവൻ ഇതിലെ ആക്ടേഴ്സ് ചെയ്തിട്ടുള്ള മനുഷ്യർ പുതിയ രീതിയിലാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യർ പുതിയൊരു ഫേസാണ്. അതുകൊണ്ട് എല്ലാവരും കാണുക, സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, താങ്ക് യു. ആൻഡ് മഞ്ജുജി, ഇവർ ഇത്രയും റിസൾട്ട് പറഞ്ഞു, ഓപ്ഷൻ എല്ലാം ശരിക്കും പറഞ്ഞാൽ തീർന്നു. എന്ത് പറയും? ഈ പറഞ്ഞതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഒരു വലിയ ഞാൻ അങ്ങോട്ട് വരിക. ഞങ്ങൾ ഇതൊരു പുതിയ ചിന്തയാണ്, പുതിയ തരത്തിലുള്ള ഒരു സിനിമയാവുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് വിശ്വസിച്ച് സന്തോഷത്തോടെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, തിയേറ്ററിൽ പോയി തന്നെ ഇതിൻ്റെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് പ്രേക്ഷകർ എൻജോയ് ചെയ്യണം. പക്ഷേ 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ സിനിമ കാണാനായിട്ട് സെൻസർ ബോർഡ് യോഗ്യത കൽപ്പിച്ചിരിക്കുന്നത്. അത് മനസ്സിൽ വെച്ചിട്ട് ഉത്തരവാദിത്തത്തോടെ തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക, ആസ്വദിക്കുക. മലയാളികൾ എന്നും പുത്തൻ